ഉല്ലാസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്ന് ഓണം പ്രമാണിച്ച് കുറച്ച് പുതിയ സ്പെഷ്യൽ ഡിഷൊക്കെ ഉണ്ടാക്കാൻ പോവുകയാണ് എൻ്റെ രീതിയിൽ. അപ്പോൾ ഞാൻ യൂട്യൂബ് തുടങ്ങിയിട്ട് എൻ്റെ ആദ്യത്തെ ഓണമായത്. അതുകൊണ്ട് സ്പെഷ്യലായിട്ട് ഞാൻ ഉണ്ടാക്കുന്ന രീതിയിലുള്ള ഓണസദ്യക്കുള്ള കറികളാണ് ഇനി ഞാൻ അങ്ങോട്ട് ഉണ്ടാക്കുന്നത്. ഇന്ന് അതിൻ്റെ തുടക്കമാണ്. കുറേ കറികൾ ഉണ്ടാക്കുന്നുണ്ട്. അത് ഞാൻ ഓണത്തിന് മുമ്പ് എല്ലാം ഓരോന്നായിട്ട് ഇടുന്നുണ്ട്. അപ്പം നമുക്ക് അങ്ങനെ ഇന്ന് ഞാൻ ഫസ്റ്റ് ആയിട്ട് ഉണ്ടാക്കാൻ പോകുന്ന ഒരു എരിശ്ശേരിയാണ്. മത്തങ്ങായും നമ്മുടെ വൻപയറും വെച്ചിട്ട് ഒരു എരിശ്ശേരി ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പം നമുക്ക് അതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. എന്നിട്ട് ഞാൻ ഒരു കിലോ മത്തങ്ങ വാങ്ങിച്ച് എന്നിട്ട് ഇതുപോലെ പഴുത്ത മത്തങ്ങ എടുത്താൽ നല്ലതായിരിക്കും. പിന്നെ അതിൽ നിന്ന് 1/2 കിലോ മത്തങ്ങ ഞാൻ ഇങ്ങനെ വലിയ പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. മത്തങ്ങ ഉണ്ട്. അതുപോലെ തന്നെ ഇത്രയും പയറാണ് ഞാൻ എടുത്തേക്കുന്നത്. ഒരു 200 ഗ്രാം പയറുണ്ട്. അത് ഞാനിവിടെ പുഴുങ്ങി വെച്ചിട്ടുണ്ട്. അത് പെട്ടെന്നാകാൻ വേണ്ടിയിട്ടാണ് പുഴുങ്ങി വെച്ചിരിക്കുന്നത്. അപ്പോൾ ഇത് പയറെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് ചേർക്കാനായിട്ട് നമുക്ക് ആദ്യം കുറച്ച് തേങ്ങ വേണം. തേങ്ങ കുറച്ച് ഏറെ വേണം ഇതിന്. തേങ്ങയും ഞാൻ ജീരകം ചേർക്കുന്നുണ്ട്. ജീരകവും പിന്നെ മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും കൂടെ ഒന്ന് ചതച്ചെടുക്കും. കുറച്ചൊന്ന് അരഞ്ഞാൽ മതി. ഒത്തിരി അങ്ങനെ നൈസായിട്ട് അരഞ്ഞു പോകണ്ട. ഇത് ഇത്രയും വേണം. പിന്നെ കടുക് വറക്കാനായിട്ട് വറ്റൽമുളക് വേണം. ഞാൻ സ്പെഷ്യലായിട്ട് ചേർക്കുന്നത് കുരുമുളക് ഞാൻ കുറച്ച് മുഴുവനും ചേർക്കുന്നുണ്ട്. പിന്നെ കുരുമുളക് പൊടി ഇതിനകത്ത് ചേർക്കുന്നുണ്ട്. പിന്നെ കറിവേപ്പിലയുണ്ട്, വറ്റൽമുളക്, ഇതൊക്കെ കടുക് വറക്കാനായിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഒരു പച്ചമുളക് വേണമെങ്കിൽ അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇട്ടാൽ മതി ലാസ്റ്റ്. പിന്നെ ഞാനൊരു അരമുറി തേങ്ങ ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇങ്ങനെ വറുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് ഇതിൻ്റെ ടേസ്റ്റ് കൂട്ടുന്നത്. എരിശ്ശേരിക്ക് ഇത് ആവശ്യമായിട്ടാണ് ഇടുന്നത്. അപ്പം ഞാൻ എല്ലാവർക്കും അറിയാമല്ലോ. അപ്പോൾ ഇത് ഞാനിങ്ങനെ വറുത്ത് എടുത്ത് വെച്ചത് എളുപ്പത്തിന് വേണ്ടിയിട്ടാണ് വറുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വെളിച്ചെണ്ണയ്ക്കകത്ത് ഇത് ഉണ്ടാക്കണം. നമ്മുടെ നാടൻ ഡിഷല്ലേ, കേരള ഡിഷല്ലേ. അപ്പം നമ്മളിത് വെളിച്ചെണ്ണയ്ക്കകത്ത് ഉണ്ടാക്കുന്നത്. അതുപോലെ തന്നെ നമുക്ക് ഇത് വേണ്ടത് മുളക് പൊടി വേണം, കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, പിന്നെ ജീരകം ഞാൻ ഇവിടെ എടുത്ത് കടുക് വേണം. ഇത്രയാണ് വേണ്ട വെള്ളം. ഇത് ഇപ്പം ഞാൻ പയർ വേവിച്ച് വെച്ചിട്ടുണ്ട്. ഈ പയർ മാറ്റിയതിന് ശേഷം ഞാനിപ്പോൾ മത്തങ്ങ കുക്കറിലാണ് വേവിക്കുന്നത്. കുക്കറിൽ ഒരു വിസിൽ അടിക്കത്തേ ഉള്ളൂ. നിങ്ങൾക്ക് അല്ലാതെ വേണമെങ്കിൽ വെക്കാം. ഇച്ചിരി ഉപ്പും മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും കൂടി ഇട്ടിട്ട് ഞാനിപ്പോൾ ഇത് വേവാൻ വെക്കുകയാണ്. പയറെടുത്ത് മാറ്റിയതിന് ശേഷം അതിനുശേഷം ഞാൻ കാണിക്കുന്നത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്. ഞാൻ മത്തങ്ങ ഇതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഞാനൊരു 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു സ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് എരിവിനനുസരിച്ച് വേണമെങ്കിൽ ചേർക്കാം. ഇതിട്ടതിന് ശേഷം കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്ക് ഉപ്പ് ഞാൻ പറയുന്നത് എല്ലാ കറിയിലും ഉപ്പ് ചേർക്കുമല്ലോ, അതുകൊണ്ട് പറയേണ്ട ആവശ്യമില്ലല്ലോ. പിന്നെ അതുപോലെ തന്നെ ഈ പയറുണ്ടല്ലോ, പയറിനകത്ത് ഉപ്പ് ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് കുറച്ച് ഉപ്പേ ഞാൻ ഇതിലിട്ടുണ്ട്. ഈ പയർ ഇന്നലെ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം ഇത് ഞാൻ ഒരു വിസിലേ അടിച്ചുള്ളൂ. ഒത്തിരി ഇട്ട് അടിക്കരുത്, വെന്തളിഞ്ഞു പോയി. ആവശ്യത്തിന് തേടാട്ടോ, വെന്തിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഒറ്റ വിസിലേ അടിക്കാവൂ. അതുപോലെ തന്നെ മത്തങ്ങ നിങ്ങൾക്ക് കുക്കറിൽ വെക്കാൻ അറിയില്ലെങ്കിൽ നിങ്ങൾ അല്ലാതെ വേണം വെക്കാൻ. കാരണം ഇത് ഒറ്റ വിസിലടിച്ച് അന്നേരം തന്നെ തുറന്നെടുക്കണം, ഇല്ലെങ്കിൽ ഇത് വെന്തളിഞ്ഞു പോകും. അപ്പം ഞാൻ ഇതിനകത്തോട്ട് ഈ പയറിൻ്റെ വെള്ളമുണ്ട്, അത് തന്നെ കുറച്ച് നമ്മൾ എടുത്താൽ മതി. അത് ഇതിനകത്തോട്ട് കുറച്ച് ഒഴിച്ചിട്ട് ഞാനിത് വേഗം വെക്കുവാണ്. അത് വേസ്റ്റാക്കി കളയണ്ടല്ലോ. കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി. അതിന് ശേഷം നമുക്കിത് കുക്കർ അടച്ചിട്ട് ഒറ്റ വിസിലടിച്ചെടുക്കാം. ചിലർ ഇത് പയറും ഇതും കൂടെ വേവിച്ചെടുക്കാറുണ്ട്. അങ്ങനെ വേവിച്ചാലും മതി, ഒറ്റ വിസിലും മതിയല്ലോ. പക്ഷെ എനിക്ക് ഇത് ഈ മത്തങ്ങ വെന്ത് ഇങ്ങനെ അളിഞ്ഞു പോകുന്ന ഇഷ്ടമല്ല. കുറച്ചിങ്ങനെ മുഴുവനെ കിടക്കുന്ന ഇഷ്ടം. അത് കാരണമാണ് ഞാനിത് സെപ്പറേറ്റ് വേവിച്ചെടുക്കുന്നത്. പെട്ടെന്ന് മത്തങ്ങ വെന്ത് കിട്ടും. അത് കാരണം നമ്മൾ വിസിലടിച്ചു കഴിഞ്ഞാൽ അന്നേരം തന്നെ ഇത് തുറന്നെടുക്കണം. ഒരു ടേസ്റ്റിന് വേണ്ടി നമുക്ക് ഇച്ചിരി കറിവേപ്പിലയും കൂടി ഇട്ട് കൊടുക്കാം. അത് ഞാൻ ഇതിലും വറക്കാനും ഇട്ടിട്ടുണ്ട്, തേങ്ങ വറുത്തതിനകത്ത് ഇട്ടിട്ടുണ്ട്. അപ്പം നമുക്കിത് അടച്ചിട്ട് ഒരു വിസിൽ അടിച്ചെടുക്കാം. അപ്പോഴത്തെ നമ്മുടെ മസാല അരച്ചു കൊടുക്കാം. നമുക്ക് ഇത് വേകുമ്പോഴത്തേക്കിന് നമുക്ക് തേങ്ങയും ശകലം ജീരകവും പിന്നെ മുളക് പൊടി, ശകലം മുളക് പൊടി ഇതിനെ ഇട്ടിട്ടുണ്ട്. എങ്കിലും മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് ഇതൊന്ന് ചതച്ചെടുക്കാം. ഞാനിവിടെ തേങ്ങ അരച്ചെടുത്തിട്ടുണ്ട്. മുളക് പൊടി ഇതിനകത്ത് ചേർത്തില്ല, കാരണം ഇത് ചേർത്തുകൊണ്ട് ജീരകവും തേങ്ങയും മാത്രമേ അരച്ചെടുത്തിട്ടുള്ളൂ. വേണമെന്നുണ്ടെങ്കിൽ എനിക്കനുസരിച്ച് പിന്നെ നമുക്ക് മഞ്ഞൾപ്പൊടി മുളക് പൊടിയും ചേർത്ത് കൊടുക്കാം. ഇതിനകത്ത് നമ്മൾ ചേർത്തിട്ടുണ്ടല്ലോ. പിന്നെ നമ്മുടെ മത്തങ്ങ ഒറ്റ വിസിലേ ഞാൻ അടിച്ചിട്ടുള്ളൂ. അത് വെന്തിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒത്തിരി വെന്തളിഞ്ഞു പോകുന്നത് എനിക്കിഷ്ടമല്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ വേവിച്ച് ഉടച്ചെടുക്കാം. ഇത് നല്ലതായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്കിതെല്ലാം കൂടെ എങ്ങനെയാണ് മിക്സ് ചെയ്യുന്നതെന്ന് നോക്കാം. ഈ മത്തങ്ങ എടുക്കുമ്പോൾ ഉണ്ടല്ലോ, ഇത് ഇച്ചിരി അകത്തോട്ട് കയറ്റി ചെത്തണം കേട്ടോ. ഇതിൻ്റെ തൊണ്ടിരിക്കാൻ പാടില്ല. അതുപോലെ ഈ അകത്തെ ഈ ഇങ്ങനെയുള്ള ഭാഗം നല്ലതായിട്ട് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് വേണം അരിഞ്ഞെടുക്കാനേ. ഞാനിപ്പോൾ ഇത് ഉണ്ടാക്കുന്നത്, ഇത് മിക്സ് ചെയ്യുന്നത് നമ്മൾ ചട്ടിക്കകത്താണ്. ഇതൊക്കെ ഇങ്ങനെയുള്ള സാധനമൊക്കെ ഈ ചട്ടിക്കകത്ത് വെക്കുമ്പോഴാണ് യഥാർത്ഥ ടേസ്റ്റ് വരുന്നത്. നമുക്കപ്പോൾ ഇതിനി എങ്ങനെയാണ് എല്ലാം ചെയ്യുന്നതെന്ന് നോക്കാം. നമുക്കിതിനകത്തോട്ട് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം.
ഒരു 2-3 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് നിങ്ങളുടെ ടേസ്റ്റിന് അനുസരിച്ച് വേണം ഒഴിച്ചു കൊടുക്കാനേ. അത് നിങ്ങളുടെ ഇഷ്ടമാണ് എത്ര ചേർക്കേണ്ടതെന്ന്. ഇത് വെളിച്ചെണ്ണയ്ക്കകത്ത് വെച്ചാൽ ഇതിന് നല്ല ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ. അത് പ്രത്യേകിച്ച് നമ്മുടെ ഓണം സ്പെഷ്യൽ അല്ലേ. എണ്ണ ഒന്ന് ചൂടാവട്ടെ. അപ്പം നമുക്ക് എണ്ണ ചൂടായതിന് ശേഷം ഇതിപ്പോൾ എല്ലാവരും കടുക് വറുത്തതിന് ശേഷം ഉണ്ടല്ലോ ഈ പിന്നെ കറിവേപ്പിലയും മീൻസ് കടുകും വറ്റൽമുളകും ഇട്ടതിന് ശേഷം എല്ലാവരും ഇതിലോട്ട് തന്നെ ഇട്ടാണ് തേങ്ങ വറുത്തെടുക്കുന്നത്. അത് നിങ്ങളുടെ ഇഷ്ടമാണ്, അങ്ങനെ വേണേൽ അങ്ങനെയും ചെയ്യാം. പക്ഷേ എനിക്ക് എളുപ്പത്തിന് വേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. തേങ്ങ വറുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ കടുക് വറുത്ത് പെട്ടെന്ന് കാര്യം പയറും പുഴുങ്ങി വെച്ചാലുണ്ടല്ലോ നമുക്ക് പെട്ടെന്ന് ഇതെല്ലാം ചെയ്തെടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഓണം വരുമ്പോൾ ഓണത്തിൻ്റെ തലേദിവസം തന്നെ നിങ്ങൾ കുറേ തേങ്ങയൊക്കെ തിരുമിയിട്ട് എയർടൈറ്റ് ഡപ്പയ്ക്കകത്താക്കി ഫ്രീസറിൽ സൂക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ പണി എളുപ്പമാവും. പായസത്തിനായാലും എല്ലാം ഞാനത് ഓണസദ്യ കാണിക്കുന്നുണ്ട്. അപ്പം ഇതെല്ലാം ഓരോ കറികൾ ഞാൻ സ്പെഷ്യലായിട്ട് അങ്ങ് ഇട്ട് കഴിഞ്ഞാൽ അപ്പോൾ ഓണസദ്യ ഞാൻ തയ്യാറാക്കുന്നത് ഞാൻ കാണിച്ചു തരാം. നമുക്കിതിലേക്ക് 1 സ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. 1 സ്പൂൺ കടുക് ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചുവന്നുള്ളി ചേർക്കാം. അത് ഓരോരുത്തർക്കും ഓരോ ഇഷ്ടമാണ്. അതിപ്പം ചുവന്നുള്ളി ചേർത്തില്ലെന്ന് വിചാരിച്ചൊന്നുമില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചെറിയ ഉള്ളി ചേർത്തും കടുക് വറക്കാം. അപ്പം ഞാൻ ഈ അരപ്പിനകത്ത് മുളക് പൊടി ഇത് ചേർക്കാൻ ഞാൻ മത്തങ്ങയ്ക്കകത്ത് നമ്മൾ ഓൾറെഡി മുളക് പൊടി മഞ്ഞൾപ്പൊടി ഇട്ടാണ് വേവിച്ചത്. പക്ഷെ നമ്മൾ അതിനകത്ത് ഇട്ട് അരയ്ക്കുമ്പോൾ ചിലപ്പം കൂടിപ്പോയാലോ, അത് കാരണം തീ കുറച്ച് വെച്ചിട്ട് നമുക്കിനി ഇതിനകത്ത് പിന്നെ ഈ വറ്റൽമുളക് ഇട്ട് കൊടുക്കാം. വറ്റൽമുളക് ഞാനൊരു 4 വറ്റൽമുളക് ചേർത്തിട്ടുണ്ട്. നിങ്ങളുടെ ഇഷ്ടം എത്രയാണെന്ന് വെച്ചാൽ. ഇത് പച്ചമുളക് ആദ്യം ചിലർ ചേർക്കാറില്ല. ഞാനൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് ഒരു പച്ചമുളകിൻ്റെ പകുതി, ഇത് എരിയില്ലാത്ത പച്ചമുളകാണ്, അത് കീറിയിട്ടത് ഒരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കറിക്ക്. അതിനുശേഷം ഞാൻ കുറച്ച് മുഴുവനെ കുരുമുളക് ചേർക്കുന്നത്. അത് കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇത് വേണമെങ്കിൽ മാത്രം ചേർത്താൽ മതി. ഞാൻ ചേർക്കാറുണ്ട് ഇടയ്ക്ക് ഇങ്ങനെ. ആ കുരുമുളക് കടിക്കാൻ കിട്ടുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഒരു 10 കുരുമുളക് ചേർത്തിട്ടുണ്ട് മുഴുവനെ. മൂത്ത് വരട്ടെ. ശേഷം കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം. ഞാൻ ഈ പയർ പുഴുങ്ങിയത് മത്തങ്ങയ്ക്കകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഈ പയറും മത്തങ്ങയും ഇതിനകത്ത് ഒരുമിച്ചാക്കിയിട്ടുണ്ട്. ഞാനത് ഇതിനകത്തോട്ട് ഇട്ട് കൊടുക്കുകയാണ്. ഒത്തിരി വെള്ളം ആവാൻ പാടില്ല, അത് കുറുകിയിരിക്കണം. ഒത്തിരി വെള്ളം ആവാൻ പാടില്ല, അങ്ങനെയാണ് എരിശ്ശേരി ഉണ്ടാക്കുക. അതിനുശേഷം നമുക്ക് ഒന്ന് ഇളക്കിയിട്ട് ഈ അരപ്പ് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. ചിലരിത് നല്ലതായിട്ട് ഈ മത്തങ്ങ ഉണ്ടല്ലോ ഉടച്ച് ചേർക്കും. എനിക്ക് അതിന് അത്ര ഇഷ്ടമില്ല, എനിക്ക് ഇങ്ങനെ ചേർക്കുന്ന ഇഷ്ടം. പിന്നെ നമ്മൾ ഈ അരച്ച് വെച്ചേക്കുന്ന അരപ്പ് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും ജീരകവും കൂടെ. തേങ്ങയും ജീരകവും ചേർത്തു. അതിനുശേഷം നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇരിക്കുമ്പോൾ ഇനിയുണ്ടല്ലോ ഈ കറി ഒന്ന് കുറുകി വരും. എരി ഉണ്ടോ നോക്കിയതിന് ശേഷം വേണമെങ്കിൽ ഇച്ചിരി മുളക് പൊടി ചേർത്ത് കൊടുക്കാം. എനിക്ക് തോന്നുന്നു എരി ഉണ്ട്, മുമ്പേ ഞാൻ നോക്കിയപ്പോൾ എരി ഉണ്ടായിരുന്നു. ഇല്ലെങ്കിൽ മാത്രം ഇച്ചിരി ചേർത്ത് കൊടുത്താൽ മതി. ശേഷം നമ്മുടെ ഈ കുരുമുളക് പൊടി ഉണ്ടല്ലോ മുഴുവനും ഞാൻ കുരുമുളക് കടുക് വറുത്തതിനകത്തോട്ട് ഇട്ട് കൊടുത്തു. അതിനുശേഷം നമുക്ക് ഇതിൽ നിന്ന് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഒരു 1/2 സ്പൂൺ കുരുമുളക് പൊടി ഇട്ടതിന് ശേഷം നിങ്ങൾ നോക്കണം എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ്. അത് ടേസ്റ്റിൻ്റെ അനുസരിച്ച് പിന്നെ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഈ കുരുമുളക് പൊടിയൊക്കെ ചേർക്കുമ്പോഴാണ് ഈ എരിശ്ശേരിക്ക് നല്ലൊരു ടേസ്റ്റ് കിട്ടുന്നത്. നോക്കി എന്ത് ഭംഗിയുണ്ട്. അതുപോലെ തന്നെ ടേസ്റ്റുമാണ്. അതും പ്രത്യേകിച്ച് നമ്മളിത് വെളിച്ചെണ്ണയ്ക്കകത്തും ചട്ടിക്കകത്തും ഒക്കെ അല്ലേ ഉണ്ടാക്കിയത്. അപ്പം ഭയങ്കര ടേസ്റ്റാണ്. ഉപ്പുണ്ടോ നോക്കട്ടെ. കുറച്ച് ഉപ്പും കൂടെ വേണം, ഇട്ട് കൊടുക്കട്ടെ. എരി ആവശ്യത്തിനുണ്ട്. ഇനി നമുക്ക് മുളക് പൊടി ചേർക്കേണ്ട ആവശ്യമില്ല. എരി ആവശ്യത്തിന് ഉള്ളത് കാരണം. ചെറുതായിട്ടൊന്ന് കുറുകി വരട്ടെ. ഒത്തിരി നേരം ഇട്ട് തിളപ്പിക്കേണ്ട ആവശ്യമില്ല. ഞാൻ ഇനി ഇത് ഈ തേങ്ങ വറുത്ത് വെച്ചേക്കുന്നത് ഇതിലോട്ട് ചേർത്ത് കൊടുക്കുകയാണ്. തേങ്ങയും നല്ലൊരു തണ്ട് കറിവേപ്പിലയും കൂടി ഇട്ട് ഞാൻ വറുത്താണ്.
അരമുറി തേങ്ങയുണ്ട്. ശകലം വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് വേണം വറക്കാൻ. തേങ്ങ എല്ലാം ഒരുപോലെ ആയിരിക്കണം, വറക്കുന്ന മൂപ്പും ഒരുപോലെ ആയിരിക്കണം. കരിഞ്ഞു പോകാൻ പാടില്ല. കരിഞ്ഞു പോയി കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റേ മാറിപ്പോകും. അതുകൊണ്ട് അത് ശ്രദ്ധിച്ചോണം. അങ്ങനെ നമ്മുടെ അടിപൊളി ടേസ്റ്റിലുള്ള എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. ഓണത്തിന് എല്ലാവരും ഇതുപോലെ തന്നെ ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഇപ്രാവശ്യം എൻ്റെ എരിശ്ശേരി, എൻ്റെ ഫ്രണ്ട്സ് എല്ലാം, എൻ്റെ വീഡിയോ കാണുന്ന എല്ലാ കൂട്ടുകാരും ഈ എരിശ്ശേരി ഇതുപോലെ ഉണ്ടാക്കി നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കണം. ഞാൻ ഇതിലോട്ട് ഇനി ഒരു കറിവേപ്പില ഞാൻ ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. കണ്ടല്ലേ, ഈ മത്തങ്ങ അതിനുണ്ട്, ഇങ്ങനെ തന്നെ കിടക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അത് ഉടച്ച് ചേർക്കാം. കഴിഞ്ഞു. ഞാൻ ശകലം കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഇത് കുറച്ച് നേരം ഒന്ന് അടച്ചു വെക്കുവാണ്. നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ ഇച്ചിരി പച്ച വെളിച്ചെണ്ണ വേണമെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ആവശ്യത്തിനുണ്ട്, തേങ്ങ വറുത്തൊക്കെ ഉള്ളതുകൊണ്ട് ഞാനിപ്പോൾ ഒഴിച്ചു കൊടുക്കുന്നില്ല. അങ്ങനെ നമ്മുടെ മത്തങ്ങ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. മത്തങ്ങ പയർ എരിശ്ശേരി. നിങ്ങൾക്കിത് വേണമെങ്കിൽ ചേനയും പയറും കൊണ്ട് ഉണ്ടാക്കാം. എല്ലാവരും കൂടുതലും മത്തങ്ങയും പയറും കൊണ്ടാണ് ഉണ്ടാക്കുന്നത്. ഭയങ്കര ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഞാനെന്നാൽ ഇത് വേറൊരു പാത്രത്തിലേക്ക് മാറിയിട്ട് ഇതായിട്ടുണ്ട്. ഞാൻ ഓഫ് ചെയ്യണതിനുണ്ട്. ഇത് ഇത്രയും കുറുകിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതങ്ങ് ഇരുന്നങ്ങ് കുറുകും. അപ്പോൾ ഇതിൻ്റെ ആവശ്യമുള്ളൂ. ഇതിനിപ്പം നമുക്ക് ഓണത്തിനാകുമ്പോൾ ഇത് വേറെ കറികളൊക്കെ ഉള്ളപ്പം ഇത് ഇലയുടെ സൈഡിലല്ലേ, ഇത് കൂട്ടുകറി പോലെ ഇലയുടെ സൈഡിലല്ലേ വളർന്നത്. കൂട്ടുകറി ഇങ്ങനെയല്ല വെക്കുന്നത്, വേറെ രീതിയിലാണ്. ഇത് റെഡി ആയിട്ടുണ്ട്. അതിന് ഓഫ് ചെയ്യാതെ വേണ്ട നോക്കിക്കേ. ഓണം സ്പെഷ്യലായിട്ട് ഉണ്ടാക്കിയ മത്തങ്ങ പയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എൻ്റെ എല്ലാ ഫ്രണ്ടും ഈ പ്രാവശ്യം ഞാൻ ഉണ്ടാക്കിയ രീതിയിൽ ഉണ്ടാക്കി നോക്കുക. വളരെ ടേസ്റ്റിയാണ്. അതുകൊണ്ട് നിങ്ങൾ ഉണ്ടാക്കിയിട്ട് അഭിപ്രായം പറയണം. ഇതുപോലെ ഉണ്ടാക്കണം. ഒത്തിരി വെള്ളം പോലെ ഉണ്ടാക്കരുത്, ഒത്തിരി ഇട്ട് ഉടയ്ക്കുകയും ചെയ്യരുത്. ഇത് എൻ്റെ ഓണം സ്പെഷ്യൽ ഡിഷിലെ ഫസ്റ്റ് ഡിഷാണ്. ഇനി പുറകിന് വരുന്നുണ്ട്. എല്ലാവരും അതുപോലെ ചെയ്യുക. നോക്കിയിട്ട് എല്ലാവരും ഉണ്ടാക്കുന്ന ഡിഷ് തന്നെയായത്. നമ്മുടെ കേരളത്തിൽ എല്ലാവരും ഓണസദ്യയ്ക്ക് ഉണ്ടാക്കുന്നതാണ്. ഞാൻ എൻ്റേതായ രീതിയിലാണ് ഉണ്ടാക്കിയത്. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.